കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കാനൊരുങ്ങി എ ഗ്രൂപ്പ് പാർട്ടി യോഗങ്ങൾ ബഹിഷ്കരിക്കാനാണ് നീക്കം. മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്യാതെ ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതാണ് ഈ പ്രതിഷേധത്തിന് കാരണം. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് എ ഗ്രൂപ്പ് പരാതി നൽകും. കെ.സി. വേണുഗോപാലിനെതിരെയും ഗ്രൂപ്പുകൾക്ക് പരാതിയുണ്ട്. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 280 ബ്ലോക്ക് ഭാരവാഹികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടന്നില്ല. പൊതുവിൽ ഗ്രൂപ്പ് നേതൃത്വങ്ങൾക്കെല്ലാം പരാതിയുണ്ടെങ്കിലും എ ഗ്രൂപ്പ് കടുത്ത നിലപാടിലാണ്. പാർട്ടി നേതൃയോഗങ്ങൾ ബഹിഷ്കരിക്കാനാണ് നീക്കം. തങ്ങൾ അവഗണിക്കപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രൂപ്പ് വ്യത്യാസങ്ങൾ മറന്ന് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പരാതി നൽകും. യുവ പ്രാതിനിധ്യമില്ല, സാമുദായിക സമവാക്യം പാലിച്ചില്ല, ഇങ്ങനെ പരാതികൾ നിരവധിയുണ്ട്. പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റിൽ ഒരുപാട് അപാകതകളും അതുപോലെ തന്നെ മാനദണ്ഡമില്ലാത്ത രീതിയിലുള്ള ഒരു ലിസ്റ്റാണെന്ന് വ്യാപകമായി ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അത്തരം വിഷയം എവിടെയാണ് പാളിച്ച പോരായ്മ അത് പരിഹരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കെ സുധാകരന്റെ ഇഷ്ടക്കാർക്ക് വലിയ പരിഗണന ലഭിച്ചു. പ്രഖ്യാപനത്തിന് മുമ്പ് നേതാക്കളുമായി കൂടിയാലോചിക്കുമെന്ന കെ.സി. വേണുഗോപാലിന്റെ ഉറപ്പും പാഴായി. DCC പുനഃസംഘടനയുടെ കാര്യത്തിലും ഈ നിലപാട് തുടർന്നാൽ നേതൃത്വത്തിനെതിരെ കൂടുതൽ നീക്കമുണ്ടായേക്കും. ഈ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.